CPI നേതൃത്വത്തിൽ KS കൃഷ്ണപിള്ള ദിനാചരണം നടത്തി. സമ്മേളനത്തോടനുബന്ധിച്ച് AIYF യുവജന പ്രക്ഷോഭ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് AK രാജൻ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മാത്യു വർഗീസ്, PK സോമൻ, ഗീത തുളസീധരൻ, PP ജോയി തുടങ്ങിയവർ സംസാരിച്ചു. AIYF താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി AITUC താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി സഹമുഖം താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി ഗീത തുളസീധരൻ, കിസാൻ സഭ താലൂക്ക് കമ്മിറ്റിക്ക് വേണ്ടി സഹ G സുകുമാരൻ നായർ, IAL ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സഹ ABD കോലത്ത്, AIYF അറക്കുളം പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സഹ PD ബാബു, AIYF പതിപ്പള്ളി യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി വിപിൻ ഗോപി, AIYF അറക്കുളം യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി MR രാജേഷ്, AIYF മൂലമറ്റം കമ്മിറ്റിക്ക് വേണ്ടി MG കണ്ണൻ, AIYF കുളമാവ് യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി PJ നോബൽ. സപ്തഭാഷാ സങ്കരഭൂമിയായ കാസർകോട്ടെ മഞ്ചേശ്വരത്തിനടുത്ത് കുഞ്ചത്തുള്ളി, കൃത്യമായി പറഞ്ഞാൽ കേരളവും കർണാടകയും തമ്മിലുള്ള അതിർത്തിയുടെ നടുവ്. ഇതുപോലെ ഒരു സായാഹ്നത്തിൽ നൂറുകണക്കിന് യുവതി യുവാക്കൾ സങ്കരമായി വിളിച്ച മുദ്രാവാക്യങ്ങളുടെ നടുവിൽ നിന്ന് സഖാവ് പന്നിയൻ രവീന്ദ്രന്റെ കയ്യിൽ നിന്ന് ജാഥാംഗങ്ങൾക്ക് വേണ്ടി ഏറ്റുവാങ്ങിയ പതാകയുമായാണ് 8 ദിവസം കേരളത്തിന്റെ നഗരങ്ങളും ഗ്രാമങ്ങളും ഹൃദയപൂർവ്വം സഞ്ചരിച്ച് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കും. പക്ഷേ ഈ ജാഥ സഞ്ചരിച്ച വഴികളിൽ ഞങ്ങൾ കണ്ടത് അത്ഭുതവും സന്തോഷവും അഭിമാനവും ആവേശവും തോന്നിയ അനുഭവങ്ങളായി. 19-ാം തീയതി ജാഥ ഉദ്ഘാടനം ചെയ്ത് 20-ന് രാവിലെ കാസർകോട്ടെ വിഖ്യാതമായ ഉപ്പുമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ആദ്യ സ്വീകരണം ഏറ്റുവാങ്ങി. കണ്ണയമടങ്ങുക എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന തരത്തിൽ എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ ഭാഗമായി തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ജീവിതത്തിന്റെ സന്തോഷവും ജീവിതത്തിന്റെ സ്വപ്നവും ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളും എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സംഘം ആളുകളുടെ കണ്ണുനീര് നനഞ്ഞ മണ്ണിൽ നിന്നാണ് ഞങ്ങൾ പ്രയാണം ആരംഭിക്കുന്നത്. വടകരയിൽ ഞങ്ങളെ കാത്തിരുന്നത് ഞങ്ങൾ പോലും അറിയാതെ NH-17 ഭൂസംരക്ഷണ സമിതിയുടെ നൂറുകണക്കിന് ആളുകൾ പ്രത്യേക ബാനറുമായി AIYFന്റെ യുവജന പ്രക്ഷോഭ ജാഥയ്ക്ക് ഐക്യദാർഢ്യം എന്ന് പ്രഖ്യാപിച്ചത്. കണ്ണൂരിൽ ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ 40 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന നേഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സമരത്തിന്റെ അവസാന ദിവസമായിരുന്നു. അവരുടെ വിജയത്തിൽ ഞങ്ങളുടെ പങ്ക് ചെറുതല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനമായ സഖാക്കൾ ഞങ്ങളെ കാണാനെത്തി. ഞങ്ങൾ കൊയിലാണ്ടിയിൽ ചെല്ലുമ്പോൾ 2 മണിക്കൂർ